നമസ്കാരം. പവർ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി കാത്തിരിക്കുന്നു രാഷ്ട്രീയ കേരളം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 336 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി 1,627 വാർഡുകൾ. ഇങ്ങനെ കളമൊരുങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പിനാണ്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ 1,600 വാർഡുകൾ ഇത്തവണ അധികമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റേസറായി കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ ജില്ല തിരിച്ചുള്ള തദ്ദേശ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഓരോ ശനിയാഴ്ചയും പവർ പഞ്ചായത്തിലൂടെ. ഇന്ന് പവർ പഞ്ചായത്തിന്റെ ഈ അവസാന എപ്പിസോഡിൽ പരിശോധിക്കുന്നത് എറണാകുളം, വയനാട് ജില്ലകളാണ്. സ്വാഗതം. ആദ്യം എറണാകുളം ജില്ലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിന്റെ മെട്രോ നഗരമായ, വ്യവസായ നഗരമായ കൊച്ചിയെ ഹൃദയത്തിലേറ്റുന്ന എറണാകുളം ജില്ല. UDFന് മേൽക്കൈ ഉള്ള എറണാകുളം ഇടതിനൊപ്പവും തരം പോലെ ചേരാറുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF ആധിപത്യം എല്ലായ്പ്പോഴും എറണാകുളത്ത് പ്രകടമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളം രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറി മാറി വിധിയെഴുതും. ട്രിപ്പിൾ ഭരണം നേടാൻ മോഹിച്ചിറങ്ങിയ UDFനെ അട്ടിമറിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ഇടതുപക്ഷം നേടി. പക്ഷേ ഇടത് കാറ്റ് ആഞ്ഞു വീശിയ 2020-ലും തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന്റെ മേധാവിത്വം കാണാം നമുക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 9, LDF 5 ഇങ്ങനെയാണ് കക്ഷിനില. എറണാകുളം ലോക്സഭാ മണ്ഡലം UDFന്റെ ഇളകാത്ത കോട്ടയായി നമുക്ക് മുന്നിലുണ്ട്. മന്ത്രി P. രാജീവിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും തട്ടകം. എറണാകുളത്തെ മുൻനിർത്തി 3 മുന്നണികളും മനക്കോട്ട കെട്ടുന്നുണ്ട്. ആരാകും എറണാകുളം വാഴുക? എറണാകുളത്തിന്റെ തദ്ദേശ ചിത്രം നമുക്ക് പരിശോധിക്കാം. അതിങ്ങനെയാണ് എറണാകുളത്തിന്റെ തദ്ദേശ ചിത്രം നോക്കിയാൽ: കോർപ്പറേഷൻ 1, എറണാകുളം ജില്ലാ പഞ്ചായത്ത് 27 ഡിവിഷനുകൾ, മുനിസിപ്പാലിറ്റി 13, ബ്ലോക്ക് പഞ്ചായത്ത് 14, ഗ്രാമപഞ്ചായത്തുകൾ 82 എണ്ണം. ഇതാണ് ചിത്രം. കൊച്ചി കോർപ്പറേഷനിലേക്ക് നമുക്ക് നേരെ പോയാൽ ആകെ 74 ഡിവിഷനുകൾ. ഭരിക്കുന്നത് LDF ആണ്. LDF 34 ഇടങ്ങളിലാണ് വിജയിച്ചിരിക്കുന്നത്. കക്ഷിനില ഇങ്ങനെയാണ്: CPIM 29, CPI 4, JDS 1, ഇങ്ങനെ. UDF 31, അത് കോൺഗ്രസ് 27, ലീഗ് ഒരിടത്തുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരിടത്ത്, RSP 1, CMP 1. ഇതാണ് സ്ഥിതി. BJP 5 ഇടത്തുണ്ട്, മറ്റുള്ളവർ 4. ഇതാണ് ആ കക്ഷിനില. ഇങ്ങനെയാണ്. തുടർച്ചയായി 10 വർഷത്തെ ഭരണം നടത്തിയവരാണ് അവിടെ UDF. മൂന്നാമതും ഒരു ഭരണം പ്രതീക്ഷിച്ചെത്തിയ അവർക്ക് വലിയ പ്രഹരമാണ് ഏതായാലും കോർപ്പറേഷൻ നൽകിയത്. വിമതശല്യവും V4 കൊച്ചിയും ചേർന്നപ്പോൾ UDFന് അവിടെ കാലിടറുകയായിരുന്നു. 4 വിമതരുടെ കൂടി പിന്തുണയോടെ ഇടതുപക്ഷം ഭരണം പിടിക്കുകയും M. അനിൽകുമാർ മേയറാവുകയും ചെയ്തു. NDA 5 സീറ്റിലാണ് പറഞ്ഞ പോലെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ V4 കൊച്ചിയാണ് കൊച്ചിയുടെ തലവര മാറ്റി എഴുതിയത് എന്ന് പറയേണ്ടി വരും. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ 59 വാർഡുകളിൽ മത്സരിച്ച ഈ സംഘടന 20,000-ലധികം വോട്ടുകൾ നേടുകയും 10.2% വോട്ട് വിഹിതം നേടുകയും ചെയ്തു. പാലാരിവട്ടം, നസ്രത്ത്, അയ്യപ്പൻകാവ് എന്നീ 3 വാർഡുകളിൽ V4 കൊച്ചി 2ാം സ്ഥാനത്തും 10 ഡിവിഷനുകളിൽ അവർ 3ാം സ്ഥാനത്തും എത്തി. V4 കൊച്ചിയുടെ മുഖ്യ പ്രചാരണ കൺട്രോളർ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണലായ നിപുൺ ചെറിയാൻ ആയിരുന്നു. അദ്ദേഹത്തെയാണ് ഈ കാണുന്നത്. വൈറ്റിലയിലെ ഫ്ലൈ ഓവർ ഉദ്ഘാടനം വൈകിയത്, ചെല്ലാനത്തെ മനുഷ്യരുടെ വിഷയങ്ങൾ എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിയാണ് V4 കൊച്ചി കളം നിറഞ്ഞത്. V4 എഫക്റ്റിലാണ് കൊച്ചി മേയറും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന N. വേണുഗോപാലിന് പോലും അവിടെ കാലിടറിയത്. BJP സ്ഥാനാർത്ഥി പത്മകുമാരിയോടാണ് ഒരു വോട്ടിന് വേണുഗോപാൽ തോറ്റത് എന്നോർക്കണം. എന്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണല്ലേ. ഒരു തെരഞ്ഞെടുപ്പിന് അതും മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ പരാജയപ്പെടുകയാണ്. ദയനീയമായ പരാജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്യന്തം നിർഭാഗ്യം തന്നെയാണ് അത്. തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ നിർണയിച്ചതും LDFന് കഴിഞ്ഞ ടൈമിൽ വഴിയൊരുക്കിയതും V4 കൊച്ചി ആയിരുന്നു എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ നമുക്ക് പറയേണ്ടി വരും.
ഇവർ പിന്നെ ഈ V4 കൊച്ചി 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം, തൃക്കാക്കര, കൊച്ചി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഈ 3 സ്ഥലങ്ങളിലും 2% താഴെ വോട്ട് വിഹിതം മാത്രമാണ് അവർക്ക് കിട്ടിയത്. ചുരുക്കത്തിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രതിഭാസമായി മാത്രം V4 കൊച്ചി മാറുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. BJPക്ക് NDAക്ക് കോർപ്പറേഷനിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 2025 എത്തുമ്പോൾ നഗരങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി 10 ഡിവിഷനുകളിൽ എങ്കിലും വിജയിക്കാൻ ആകും എന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. നമുക്കൊപ്പം അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ, കൊച്ചി പഴയ കൊച്ചിയല്ല, ഇത്തവണ V4 കൊച്ചി പ്രതിഭാസമില്ല. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ എന്ത് സംഭവിക്കാനാണ് സാധ്യതയുള്ളത്? ആർക്കാണ് മേൽക്കൈ പറയാൻ കഴിയുക നമുക്ക്? ലക്ഷ്മി, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രാഷ്ട്രീയപരമായി വിശകലനം ചെയ്തു നോക്കുമ്പോൾ എറണാകുളം ജില്ല എന്നത് UDFിൻ്റെ പൊന്നാപുരം കോട്ട എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വളരെയേറെ വേരുകളുള്ള, വളരെ അടിത്തട്ടിൽ പ്രവർത്തനമുള്ള ഒരു പ്രദേശം എന്ന് കൃത്യമായി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നഗരസഭയുടെ ഭരണം പിടിച്ചടക്കലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കോൺഗ്രസിന് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണത്. പക്ഷേ ചില പ്രതിഭാസങ്ങൾ കഴിഞ്ഞ തവണ സംഭവിച്ചത് അതിനു മുമ്പുള്ള 2 തവണ UDF ഭരണം നടത്തിയിരുന്ന ഒരു കോർപ്പറേഷൻ അവിടെ വീണ്ടും സുഗമമായി അധികാരത്തിൽ വരാം എന്ന വിചാരത്തിലിരിക്കുമ്പോഴാണ് വലിയ തോതിൽ റിബൽ ശല്യമുണ്ടായിരുന്നു UDFിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ പല വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഗ്രൂപ്പ് യുദ്ധം തന്നെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം V4 കൊച്ചി എന്ന ഒരു പുത്തൻ തലമുറ കൂട്ടായ്മ രംഗത്ത് വരികയും അവർ കുറേ ആശയങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ ആകർഷകരായ ഒരുപാട് ആളുകൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊപ്പം BJP ശക്തി പ്രാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് UDFിന് അവിടെ അടിപതറുന്ന ഒരു കാഴ്ചയിലേക്ക് കൊച്ചി കോർപ്പറേഷൻ മാറുന്ന സാഹചര്യമുണ്ടായത്. അവിടെ പിന്നീട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് LDFിന് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ അവർ കോർപ്പറേഷൻ്റെ മേയറായി അവതരിപ്പിച്ചുകൊണ്ട് ഭരണം അത് നഷ്ടപ്പെടാതിരിക്കാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇപ്പോൾ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവർ മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാവരും പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ഒരു ഭരണ നേട്ടം തന്നെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് അത്തരം പ്രവർത്തനങ്ങൾ പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ LDFിന് ഭരണ തുടർച്ച എന്നത് ഒട്ടും മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമായി എടുക്കേണ്ടതില്ല. കാരണം വളരെ വർഷങ്ങളായി നഗരസഭയുടെ ആസ്ഥാനം അത് മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുരുക്കുകളിൽ മുറുകിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നഗരസഭ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ വലിയ ദുരിതത്തിൽ കിടന്നിരുന്ന ആളുകൾ, കുടിലുകളിൽ കിടന്നിരുന്ന ആളുകളെ ഫ്ലാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന വലിയ വികസന പദ്ധതികളൊക്കെ നടപ്പാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ വലുതായി മുമ്പോട്ട് പോകുന്നു. ഒപ്പം തന്നെ വലിയ വെള്ളക്കെട്ട് പ്രശ്നമുണ്ടായിരുന്നു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയുടെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊക്കെ ഏതാണ്ട് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം, ഒരു ചിട്ടയായ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെയായി ഈ ഇപ്പോഴത്തെ ഭരണം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഒരു ഭരണ തുടർച്ച ഒട്ടും ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ഫ്ളാറ്റ് നിർമ്മാണം അടക്കമുള്ളവ അത് കേരളത്തിലാകെ വലിയ ശ്രദ്ധ നേടിയതാണ്. രാജ്യത്താകെ വലിയ ശ്രദ്ധ നേടുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഒരു ഭരണ നേട്ടമായി തന്നെ കൊച്ചി കോർപ്പറേഷന് അവതരിപ്പിക്കാൻ കഴിയും. അതൊക്കെ മുൻനിർത്തിയാണ് ഏതായാലും ഒരു ഭരണ തുടർച്ച അവിടെ ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. ഇനി നമ്മൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ ആകെ ഡിവിഷനുകൾ 27 ഭരിക്കുന്നത് UDF ആണ്. നമുക്കറിയാം എറണാകുളത്ത് ഒരു UDF മേൽക്കൈയുള്ള സ്ഥലം തന്നെയാണ്. പരമ്പരാഗതമായ വോട്ട് ബാങ്ക് UDFിനുള്ള ഇടമാണ്. ഉറച്ച കോട്ട തന്നെയാണ് എറണാകുളം. അത് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. UDF 16 ഇടത്താണ്, കോൺഗ്രസ് 15, കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സീറ്റുണ്ട്. LDF ഇതാ ഇങ്ങനെയാണ്. LDF 9, CPIM 5, CPI 3, LDF സ്വതന്ത്രൻ 1,
2020 ഉണ്ട് 2 സീറ്റ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. UDFിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. 16 സീറ്റ് നേടിയാണ് UDF ഇത്തരത്തിൽ ഭരണം നിലനിർത്തിയിരിക്കുന്നത്. പ്രധാനമായും നേട്ടമുണ്ടാക്കിയത് 2020 എന്ന് പറയേണ്ടി വരും. കോലഞ്ചേരി വെങ്ങോല ഡിവിഷനുകൾ നേടിയാണ് അവർ അവരുടെ വരവ് അറിയിച്ചത്. ഇത്തവണയും ഭരണം UDF തുടരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. 2020യും സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അനിൽ തുടരുന്നുണ്ട്. അനിൽ, ജില്ലാ പഞ്ചായത്തുകളുടെ സ്ഥിതിയിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് നേരത്തെ കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞതിൽ അതിൽ V4 കൊച്ചിക്കാർ ഇപ്പോൾ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർ എന്തെങ്കിലും തരത്തിൽ ഒരു സംഘടിത രൂപമായി ഇപ്പോൾ ഉണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ സ്വാധീനിക്കുവാനുള്ള ഒരു ശക്തി ഉള്ളവരായി അവിടെ ഉണ്ടോ? എന്താണ് അവരുടെ ഒരു സ്ഥിതി? ലക്ഷ്മി പത്മ, ഈ 2020യെ മോഡലാക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു. അത് കഴിഞ്ഞ് അവരോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനം, പിന്നെ ആം ആദ്മി പാർട്ടിയൊക്കെ ആയിട്ട് ചേർന്നുള്ള അങ്ങനെ ഒരു ബദൽ രാഷ്ട്രീയമൊക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു, ഒരു പുതുതലമുറ ശൈലിയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ വലിയ തോതിൽ, അതായത് വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് ചിലരുടെയൊക്കെ പരാജയം കൃത്യമായി നിർവചിച്ചത് അവരായിരുന്നു. അങ്ങനെയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ തന്നെ, ഭരണം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ഒരു ജനശ്രദ്ധ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആ ഒരു പ്രവർത്തനം, ഒരു സംഘടിതമായ പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതികൾ മുമ്പോട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടമോ മുദ്രാവാക്യമോ മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഒന്നും പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് ഏതാണ്ട് ഓർമ്മകളിലേക്ക് മാറിയിരിക്കുന്ന ഒരു കൊച്ചി പ്രതിഭാസം അവസാനിക്കുകയാണ്. പിന്നെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വ്യക്തമായ ആധിപത്യം UDFിന് എറണാകുളം ജില്ലയിൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ ഇളകാത്തിടത്തോളം കാലം UDFിന് അവിടെ പ്രതീക്ഷ വയ്ക്കാവുന്നതല്ലേ, കൊച്ചി കോർപ്പറേഷനിലടക്കം? ലക്ഷ്മി, പക്ഷേ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വിമതശല്യം ഇപ്പോഴും വളരെ രൂക്ഷമാണ്. പഴയ രീതിയിലുള്ള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളില്ല, പക്ഷേ വ്യക്തികേന്ദ്രിതമായ സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഓരോ നേതാവും തങ്ങളുടെ അണിയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അനുയായിക്ക് വേണ്ടി ഒരു ഡിവിഷൻ എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിൻ്റെ സംവിധാനം അവിടെ ഏതാണ്ട് ആ രീതിയിലാണ് നിൽക്കുന്നത്. അത്രത്തോളം വലിയ ഒരു മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കോൺഗ്രസിനെ നേരിടേണ്ടി വന്നേക്കാം. റിബൽ ശല്യം തീർച്ചയായും ഇത്തവണയും കോൺഗ്രസിനെ കുരുക്കിലേക്ക് നയിക്കുകയും ചെയ്യും. ഒപ്പം ഏറ്റവും നഗര കേന്ദ്രമായ പ്രദേശങ്ങളിൽ BJPയുടെ വളർച്ച അത് കാണാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ 5 ഡിവിഷനുകൾ അവർക്കുണ്ട്. പക്ഷേ അത് 5-ൽ നിന്ന് 10-ലേക്കോ 12-ലേക്കോ എന്നൊക്കെയുള്ള അവരുടെ അവകാശവാദം ഉണ്ടെങ്കിലും ഒരു 8-ലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുണ്ട്. അതോടൊപ്പം മറ്റ് ഡിവിഷനുകളിലും BJP സ്ഥാനാർത്ഥി സമാഹരിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ അത് നിർണായകമാകുക UDF സ്ഥാനാർത്ഥിക്കായിരിക്കും. കാരണം റിബൽ ശല്യത്തെയും അതിനൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി സമാഹരിക്കുന്ന വോട്ടുകളെയും മറികടന്നുകൊണ്ട് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നത് ആയിരിക്കും UDFിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ബാലികേറാമലയായി. അതായത് അനിൽ, കഴിഞ്ഞ തവണ V4 കൊച്ചി ആയിരുന്നു അവർക്ക് വെല്ലുവിളിയായിരുന്നെങ്കിൽ ഇത്തവണ അത് BJP ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അനിൽ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജില്ലയാണ്. അപ്പോൾ കോർപ്പറേഷനിലടക്കം അദ്ദേഹത്തിന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയില്ലേ? സാധാരണ തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും അതൊരു അഭിമാനത്തിൻ്റെ ഒരു ഇഷ്യൂ കൂടിയായിരിക്കില്ലേ അത്? തീർച്ചയായും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല. ഏറ്റവും സജീവമായി നിൽക്കുന്ന DCC പ്രസിഡന്റ്, നമുക്കറിയാം മുഹമ്മദ് ഷിയാസ് വളരെ സജീവമായി വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് നിൽക്കുകയും സംഘടനയെ കൃത്യമായി ചലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള ഒരു DCC പ്രസിഡന്റ് അടക്കമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അതിലും അപ്പുറത്താണ് വിമത ശല്യം എന്ന കാര്യം, ഗ്രൂപ്പ് പോരുകൾ എന്നുള്ള കാര്യം. മുതിർന്ന
കഴിഞ്ഞ തവണ മുതിർന്ന നേതാവായ എൻ വേണുഗോപാലിന് പോലും തോൽവി അറിയേണ്ടി വന്നത് ഇത്തരത്തിലുള്ള വിമതശല്യവും ഒപ്പം ഗ്രൂപ്പിസവും മൂലമായിരുന്നു. അത്തരം ഒരു സാഹചര്യം ഇവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഒരുപക്ഷെ ഒരു കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന തരത്തിൽ അത്ര സീനിയോറിറ്റിയുള്ള നേതാക്കന്മാർ പോലും കൊച്ചി കോർപ്പറേഷൻ്റെ സീറ്റുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടിയുള്ള കടിപിടികളിലേക്ക് നീങ്ങുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളെ കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിലേ ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കോൺഗ്രസിന് വെക്കാൻ കഴിയും. പക്ഷേ അപ്പുറത്ത് LDF വളരെ സജീവമായ നിലയിൽ വേര് ആഴ്ത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന ഒരുപിടി വികസന നേട്ടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ കഴിയുന്ന കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ വീടുകളിൽ നിന്ന് വലിയ പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മാറി താമസിക്കുന്ന കാഴ്ചകൾ, ഒപ്പം സഞ്ചാരയോഗ്യമായ റോഡുകൾ, ഇതൊക്കെ വളരെ തൊട്ടറിയാൻ ജനങ്ങൾക്ക് വികസന നേട്ടത്തെ തൊട്ടറിയാൻ കഴിയുന്ന തരത്തിലുള്ള നേട്ടങ്ങളായി LDFന് അവതരിപ്പിക്കാൻ കഴിയും എന്നതും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മത്സരം വലിയ ഒരു ടൈറ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുമൊപ്പം തീർച്ചയായും അനിൽ, ഞാൻ തിരിച്ചെത്താം. കൊച്ചി കോർപ്പറേഷനിൽ ശക്തമായ മത്സരം തന്നെ നടക്കും. UDF ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇത്തവണയും കൊച്ചി കോർപ്പറേഷൻ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. LDF അവിടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് പിടിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം തന്നെ, ഒരു രണ്ടാം ടേമിനുള്ള അതിശക്തമായ പ്രവർത്തനം തന്നെ നടക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ. അവർ ആഴത്തിൽ വേരാഴ്ത്തി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, V4 കൊച്ചി എഫക്റ്റിലാണ് കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിലേക്ക് ഇടതുപക്ഷത്തിന് വഴി കണ്ടതെങ്കിൽ ഇത്തവണ അത് അങ്ങനെയല്ല. സ്വന്തം മികവിൻ്റെ അടിസ്ഥാനത്തിൽ, സ്വന്തം ഭരണ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ടേക്ക് വരാൻ കഴിയുന്ന, ഭരണം കിട്ടാൻ കഴിയുന്ന ഒരു അവസ്ഥ, സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളിലേക്ക് പോയാൽ 13 മുനിസിപ്പാലിറ്റികളാണുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഈ UDFൻ്റെ ഒരു മേധാവിത്വം സത്യത്തിൽ കാണാൻ സാധിക്കും. UDF 5, LDF 5, ഇതാണ് സ്ഥിതി. അതിൽ നമുക്ക് ഓരോ മുനിസിപ്പാലിറ്റികളായി പരിശോധിച്ചാൽ ആലുവ മുനിസിപ്പാലിറ്റിയിൽ ഇതാണ് UDF 14, LDF 2, NDA 4, മറ്റുള്ളവർ 6. ഇതാണ് സ്ഥിതി. NDA കൃത്യമായി അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് കാണാൻ കഴിയും. ആലുവ അടക്കമുള്ള ഇടങ്ങളിൽ സീറ്റ് വർദ്ധിക്കും, കൂടുതൽ സീറ്റുകളിലേക്ക് കടന്നു കയറും എന്നുള്ളതാണ് അവിടുത്തെ BJPയുടെ ഏതായാലും അവകാശവാദം. അങ്കമാലി മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ഭരിക്കുന്നത് UDF ആണ്. UDF 15, LDF 9, NDA 2, മറ്റുള്ളവർ 4. ഇതാണ് സ്ഥിതി. എല്ലായിടത്തും തന്നെ NDAക്ക് സീറ്റുകളുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഏലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ അവിടെ ഇതാണ് സ്ഥിതി. ഭരണം LDFനാണ്. UDF 7, LDF 9, NDA 6, മറ്റുള്ളവർ 9. ഇതാണ്. പലയിടങ്ങളിലും ഈ വിമത ശല്യമൊക്കെ അവിടെ വളരെയധികം ഉള്ള ഇടങ്ങളാണ്. LDF ആണ് അവിടെ ഭരിക്കുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ UDF ആണ് ഭരിക്കുന്നത്. UDF 19 ഇടങ്ങളിലാണ്. LDF 13, NDA 1, മറ്റുള്ളവർ 8. ഇതാണ് സ്ഥിതി. 2020 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കക്ഷിനില. പക്ഷേ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരുടെ അടക്കം പിന്തുണ ഇവിടെ LDFന് കിട്ടുകയും LDFനും UDFനും ഉള്ള സീറ്റ് ഒപ്പത്തിനൊപ്പം ആവുകയും ചെയ്തു. കളമശ്ശേരിയിൽ അങ്ങനെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തു. പിന്നാലെ കളമശ്ശേരി നഗരസഭയിലെ ഭരണം നറുക്കെടുപ്പിലൂടെയാണ് അവിടെ UDFന് കിട്ടിയത്. UDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി സീമ കണ്ണൻ വിജയിച്ചു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 20 വീതം വോട്ടുകളാണ് LDFനും UDFനും അവിടെ കിട്ടിയത്. ഇതോടെയാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. 2022 LDF ഒരു സ്വതന്ത്രനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും UDFും ഒരു BJP അംഗവും അവിടെ വിട്ടുനിന്നതോടെ UDF ഭരണം തുടരുകയായിരുന്നു. ഇനി കോതമംഗലത്തേക്ക് പോയാൽ ഇതാണ് സ്ഥിതി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഭരണം UDFനാണ്. UDF 13 ഇടങ്ങളിലുണ്ട്. LDF 6, NDAക്ക് അവിടെ സീറ്റൊന്നുമില്ല. 12 പേരാണ് മറ്റുള്ളവർ ഉള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു നഗരസഭാ ഭരണം അവിടെ LDFന് നഷ്ടമായത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഓർമ്മ കാണാം. ഏതായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ LDFനെ അട്ടിമറിച്ച് UDF ഭരണം നേടുന്നതാണ് കണ്ടത്. പാർട്ടി അംഗം കലാരാജു ഉണ്ടാക്കിയ കലഹത്തിനൊടുവിൽ കലാരാജു ഒടുവിൽ അധ്യക്ഷ പദവിയിൽ എത്തുന്ന കാഴ്ചയ്ക്ക് കൂത്താട്ടുകുളം
സാക്ഷിയായിട്ടുണ്ട്. കലാരാജു CPM-നെതിരായ സാഹചര്യം മുതലെടുത്ത് LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസാക്കുകയായിരുന്നു. അന്ന് CPM വിമതയായിരുന്ന കലാരാജു UDF-ന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു. കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായത്. 25 അംഗ ഭരണസമിതിയിൽ LDF-ന് 12, UDF-ന് 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു 2020-ലെ കക്ഷിനില. പക്ഷേ കലാരാജുവും സ്വതന്ത്രനും മറുകണ്ഠം ചാടിയതോടെ ഭരണം UDF-നാവുകയായിരുന്നു. നമുക്ക് മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്ക് പോയാൽ മരട് മുനിസിപ്പാലിറ്റി 33, ഭരണം UDF 17, LDF 8, NDA 0, മറ്റുള്ളവർ 8. ഇതാണ് സ്ഥിതി. മൂവാറ്റുപുഴയിലേക്ക് പോയാൽ മൂവാറ്റുപുഴയിൽ UDF ആണ് ഭരിക്കുന്നത്. UDF 13 ഇടങ്ങളിലുണ്ട്. LDF തൊട്ടു പിന്നിൽ തന്നെ 2 സീറ്റ് വ്യത്യാസത്തിൽ 11 ഇടങ്ങളിലുണ്ട്. NDA ഒരിടത്തുണ്ട്, മറ്റുള്ളവർ 3. ഇതാണ് സ്ഥിതി. പറവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ഇതാണ് ഭരണം UDF-നാണ് ഉള്ളത്. UDF 15, LDF 6, NDA 3, മറ്റുള്ളവർ 5. ഇതാണ് സ്ഥിതി. പെരുമ്പാവൂരിലേക്ക് പോയാൽ 27 സീറ്റുകളാണുള്ളത്. അതിൽ ഭരണം UDF-നാണ്. UDF 13 LDF 6 NDA 2, മറ്റുള്ളവർ 6. ഇതാണ് സ്ഥിതി. പിറവം മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ഭരണം UDF-നാണ്. UDF 12, LDF 7, NDA ഒരിടത്തുമില്ല, മറ്റുള്ളവർ 8. ഇതാണ് സ്ഥിതി. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ് വളരെ പ്രത്യേകതകളുള്ള മറ്റൊരു മുനിസിപ്പാലിറ്റി. ഭരണം UDF-നാണ്. UDF 19, LDF 13, NDA ഒരിടത്തുമില്ല, മറ്റുള്ളവർ 11. ഇതാണ് സ്ഥിതി. തമ്മിലടിയും അധികാര വടംവലിയും എന്നും ചർച്ചയായിട്ടുള്ള നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ. 43 അംഗ നഗരസഭയിൽ UDF 21, LDF 17, UDF വിമതർ 5. ഇങ്ങനെയായിരുന്നു കക്ഷിനില. നമ്മൾ ഈ കാണിക്കുന്ന 11 മറ്റുള്ളവരിൽ 5 പേർ വിമതരാണ് എന്നോർക്കണം. കോൺഗ്രസിലെ അജിത തങ്കപ്പൻ വിമത പിന്തുണയോടെ അവിടെ പ്രസിഡന്റായി. 2.5 വർഷം കഴിഞ്ഞാൽ മാറുമെന്നായിരുന്നു കരാറ്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അവർ അധികാരത്തിൽ തുടർന്നതാണ് അവിടെ തർക്കത്തിന് കാരണമായത്. വിമതർ LDF-ലേക്ക് പോകാൻ തയ്യാറായി. ഭരണം പോകുമെന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടി ഇടപെട്ട് ചെയർപേഴ്സണെ രാജിവെപ്പിച്ചു. പുതിയ ചെയർപേഴ്സൺ വന്നിട്ടും അവിടെ ആ സ്ഥലത്ത് വിവാദങ്ങൾ ഒഴിയുന്നുണ്ടായിരുന്നില്ല. വിമതരിൽ 2 പേർ കൂടി മറുകണ്ഠം ചാടിയെങ്കിലും ഭരണം തുടരുകയായിരുന്നു. തൃപ്പൂണിത്തുറയിലേക്ക് പോയാൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ 49 സീറ്റുകളാണുള്ളത്. അത് LDF ആണ് ഭരിക്കുന്നത്. UDF 8 ഇടത്ത്, LDF 21 ഇടത്തുണ്ട്. നല്ല വ്യത്യാസം കാണാൻ കഴിയും. NDA അവിടെ 15 ഇടത്തുണ്ട്. രണ്ടാമത്തെ പ്രതിപക്ഷമായിട്ട് അവിടെ ഉള്ളത് NDA ആണ് എന്നുള്ളത് കാണാൻ സാധിക്കും. നമുക്ക് ഈ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന പ്രതിപക്ഷം തന്നെ NDA ആണ്. അവർ അടുത്ത തവണയും ഈ തൃപ്പൂണിത്തുറ പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ BJP പ്രവർത്തിക്കുന്ന ഒരിടമാണ് തൃപ്പൂണിത്തുറ. അനിലിലേക്ക് വീണ്ടും പോവുകയാണ്. അനിൽ, ഈ കളമശ്ശേരി, കൂത്താട്ടുകുളം, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളാണ് ഇത്തവണ എല്ലാവരുടെയും നെഞ്ചിടിപ്പേറ്റിയ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് വേദിയായത്. അവിടെയൊക്കെ ഇക്കുറി എന്തൊക്കെ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്? ഇതിൽ 2 മുനിസിപ്പാലിറ്റികൾ UDF-ന്റെ കുത്തക മുനിസിപ്പാലിറ്റികൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു. അതായത് കളമശ്ശേരി അത് പിറവി കൊണ്ട നാൾ മുതൽ, പഞ്ചായത്തായിരുന്ന സമയം മുതൽ UDF-ന്റെ മാത്രം കുത്തകയായിരുന്ന ഒരു മുനിസിപ്പാലിറ്റി. പക്ഷേ അത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് LDF-ന്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ എത്തി. ടോസിലെ ഭാഗ്യം അതുമാത്രമാണ് UDF-നെ അക്കാലഘട്ടത്തിൽ മുമ്പോട്ട് നയിച്ചത്. പിന്നീട് ഈ വിമതരെ, സ്വതന്ത്രരെ പാളയത്തിലേക്ക്, UDF പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവിടെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ട്. മറ്റ് പലയിടത്തും ഉള്ളതുപോലെ തന്നെ വിമത പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ വിഭാഗീയത, ഒപ്പം തന്നെ ഗ്രൂപ്പ് ചേരിപ്പോര് തുടങ്ങിയവയെല്ലാം UDF-നെയും കോൺഗ്രസിനെയും വല്ലാണ്ട് പിന്നോട്ട് തള്ളുന്ന ഒരു സ്ഥലം കൂടിയാണത്. അവിടെ മുസ്ലിം ലീഗിന്, ജില്ലയിൽ മുസ്ലിം ലീഗിന് നല്ല തോതിൽ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്നുള്ളത്. ലീഗ് പലപ്പോഴും കൃത്യമായി ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് ഭരണവുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. ആ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തുള്ളതും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. ഇത്തരത്തിൽ ഒരു ലീഗ് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ തമ്മിലടി
രീതിയിൽ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കളമശ്ശേരിക്കുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായി ഉണ്ടായിരുന്നത്. മറ്റൊന്ന് തൃക്കാക്കരയിലാണ്. അടിക്കടി വിവാദം മാത്രമായിരുന്നു അവിടെയുള്ളത്. വലിയ തോതിൽ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിനും അപ്പുറത്തേക്ക് റിബലുകൾ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ പണക്കിഴി വിവാദമടക്കം, ഉത്രാടക്കിഴി വിവാദമടക്കം, ഓണക്കിഴി വിവാദമടക്കം, അങ്ങനെ പല പല വിവാദങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ, ഇതൊക്കെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ആരോപണങ്ങളും പരാതികളുമായി ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി ഭരണസമിതിക്ക് മുമ്പാകെ ഉണ്ട്. അതുകൊണ്ട് UDF സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂത്താട്ടുകുളമാണ് LDF സംബന്ധിച്ചിടത്തോളം അടിതെറ്റിയ ഒരു സ്ഥലം. വലിയ തോതിൽ സംഘടനാ സംവിധാനം CPIM സ്ഥലം, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല. എറണാകുളം ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള, ഇടതുപക്ഷത്തിന് സംഘടനാ പ്രവർത്തനം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ സംവിധാനങ്ങളുള്ള സ്ഥലം. പക്ഷേ അവിടെ വിമത എന്ന നിലയിലേക്ക് കലാരാജു മാറി. അത്തരം കാര്യങ്ങൾ CPIM സംഘടനാ സംവിധാനത്തിൽ വന്ന പിഴപ്പാവാകാം. പക്ഷേ അത് വലിയ തോതിൽ ക്ഷീണം ചെയ്തു. ഭരണം തന്നെ, മുനിസിപ്പാലിറ്റിയുടെ ഭരണം തന്നെ അവിടെ LDF നഷ്ടപ്പെട്ടു. അത് UDF എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ ആ ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം അവിടെ UDF ഉണ്ടോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതോ ഈ പരിക്കുകളെല്ലാം മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന തരത്തിൽ LDF അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF അവിടെ വീണ്ടും കരുത്ത് കാട്ടുമോ എന്നതും ആ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു മേഖലയാക്കി കൂത്താട്ടുകുളത്തെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ശരി അനിൽ, തിരിച്ചെത്താം. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോയാൽ ഇതാണ് സ്ഥിതി. ആകെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF 9 LDF 5 NDA ഇല്ല, മറ്റുള്ളവർ ഇല്ല. ഇതാണ് സ്ഥിതി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷവും UDF ഭരിക്കുമ്പോൾ വടവുകോട് ബ്ലോക്കിൽ 5 ഡിവിഷനിൽ വിജയിച്ച 2020 നേട്ടം വളരെ ശ്രദ്ധേയമാണ്. വാഴക്കുളം ബ്ലോക്കിൽ 4 2020 വിജയിച്ചിട്ടുണ്ട്. നമുക്കിനി പഞ്ചായത്തുകളുടെ സ്ഥിതി നോക്കിയാൽ ഗ്രാമപഞ്ചായത്തുകൾ 82 എണ്ണമാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്. അതിൽ നമുക്ക് ആ എറണാകുളം ജില്ലയിലെ UDF മേധാവിത്വം കാണണമെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നോക്കിയാൽ അത് വളരെ കൃത്യമായി മനസ്സിലാവും. UDF 51 ഇടത്താണ്, LDF വെറും 20 ഇടത്ത് മാത്രമാണുള്ളത്. ഒരു സീറ്റ് പോലും NDAക്ക് ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 2020 അതേസമയം 4 ഇടത്തുണ്ട്, മറ്റുള്ളവർ 7 ഇടത്ത്. ഇതാണ് സ്ഥിതി. 2015 കിഴക്കമ്പലത്ത് തുടങ്ങിയ നേട്ടം സമീപത്തെ 3 പഞ്ചായത്തുകളിൽ കൂടി വ്യാപിപ്പിക്കാൻ 2020 കഴിഞ്ഞു എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു പടയോട്ടം തന്നെ അവർക്ക് നടത്താൻ കഴിഞ്ഞു. ഐക്കരനാട്, മഴുവന്നൂർ, കുന്നത്തുനാട് ഉൾപ്പെടെ 4 പഞ്ചായത്തുകളിലെ ഭരണം നേടാൻ 2020 കഴിഞ്ഞു. ഇതിനു പുറമെ വെങ്ങോല പഞ്ചായത്തിൽ 10 സീറ്റ് നേടി വലിയ ഒറ്റക്കക്ഷിയാവുകയും ചെയ്തു. 2 ജില്ലാ ഡിവിഷനുകളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഐക്യനാട്ടിൽ പ്രതിപക്ഷമില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. കിഴക്കമ്പലത്ത് പ്രതിപക്ഷം 1 സീറ്റിൽ മാത്രം ഒതുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മുന്നേറ്റം തന്നെ അവർക്ക് നടത്താൻ കഴിഞ്ഞു. ഈ ട്രെൻഡ് 2025 തുടർന്നാൽ കൂടുതൽ പഞ്ചായത്തുകൾ 2020 കയ്യിലാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അനിൽ ജോർജ്, ഈ 2020 വലിയ പ്രതിഭാസം തന്നെയായിരുന്നു എറണാകുളം ജില്ലയിൽ, അത് പറയാതെ വയ്യ. ഇത്തവണ അവരുടെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ്? ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ പഞ്ചായത്തുകളിലേക്ക്, മുനിസിപ്പാലിറ്റികളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ മൂവാറ്റുപുഴ പ്രദേശത്ത്, മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ നമ്മൾ ചെന്നാൽ ഇപ്പോൾ തന്നെ അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ പോലും അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ 2020 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്ന ചുവരെഴുത്ത് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. അത് നടക്കുന്ന സമയമാകുന്നതൊക്കെയുള്ളൂ, അതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ആ സ്ഥാനാർത്ഥികൾ അവരുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പലയിടത്തും ചുവരെഴുത്തുകൾ കഴിഞ്ഞ ദിവസം ആ പ്രദേശങ്ങളിൽ മറ്റു വാർത്തകളുടെ റിപ്പോർട്ടിങ്ങൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് അത്തരം ചുവരെഴുത്തുകൾ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ 2020 അവരുടെ പ്രവർത്തനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചു
തെളിയിച്ചു കഴിഞ്ഞു. അത് അവരുടെ ശക്തി കേന്ദ്രങ്ങൾക്കും അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ ശക്തി കേന്ദ്രമായി നിലനിൽക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലം പറയുകയാണെങ്കിൽ കുന്നത്തുനാടാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പെരുമ്പാവൂരിലേക്കും മൂവാറ്റുപുഴയിലേക്കും ഒക്കെ അവർ ആ നിയമസഭാ മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമൊക്കെ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതാണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘടിതമായ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അവർ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ, അവർ മുമ്പോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ആകൃഷ്ടരാകുന്ന ഒരുപാട് ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട്. അരാഷ്ട്രീയവൽക്കരണം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അതിന് കിട്ടുന്ന സ്വീകാര്യത നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് ഏറ്റുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാൻ പോലും കഴിയുന്ന തരത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയുന്നുവെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തുകൾക്കപ്പുറത്തെ ഒന്നോ രണ്ടോ ഗ്രാമപഞ്ചായത്തുകൾ ചേരുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത്രത്തോളം വിപുലമായ നിലയിലേക്ക് അവരുടെ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് 2020 വളർച്ചയാണ് കാണിക്കുന്നത്. അതിനാൽ തീർച്ചയായും 2020 ഒരു ചെറിയ മീനല്ല എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മനസ്സിലായിട്ടുണ്ടാകും. കൊച്ചി ആരോട് കൂറുകാട്ടും എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എറണാകുളം എല്ലാ കാലത്തും UDFന്റെ തട്ടകമായിരുന്നു. പരമ്പരാഗത വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാണെങ്കിൽ കോർപ്പറേഷൻ ഭരണം UDFന് തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഒപ്പം മുനിസിപ്പാലിറ്റികളിൽ അടക്കം കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാമെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷത്തിന് എറണാകുളവും കൈപ്പിടിയിൽ ആക്കേണ്ടതുണ്ട്. അതിന് കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങളടക്കം അവർ വലിയ തോതിൽ ഉയർത്തി പ്രചരണ രംഗത്ത് സജീവമാകും എന്നതിൽ ഒട്ടും സംശയം വേണ്ട. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതിന് കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന് ഏതായാലും ഉള്ളത്. കോർപ്പറേഷൻ ഭരണം കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ കൊണ്ടുപോകാനായത് ഇടത് പ്രതീക്ഷകൾക്ക് കനമേറ്റുന്നുണ്ട്. ഇക്കുറി കോർപ്പറേഷനിലടക്കം കൂടുതൽ സീറ്റുകൾ നേടി സാന്നിധ്യം അറിയിക്കാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് BJP ഉള്ളത്. എറണാകുളത്ത് ആര് വാഴുമെന്നും ആര് വീഴുമെന്നും കാത്തിരുന്ന് കാണാം.